ഇതുവരെ കഴിക്കാൻ തുടങ്ങി. ഇരിക്കാം, ഒരുമിച്ച് കഴിക്കാം. എനിക്ക് തീരെ വിശപ്പില്ല. എനിക്ക് നല്ല വിശപ്പുണ്ട്. എനിക്കുണ്ടെന്ന് എനിക്കറിയാം. ഇരിക്കും സഖാവേ. നാളത്തേക്ക് കുറച്ച് പൈസ കൂടി വേണ്ടി വരുമല്ലോ ഉണ്ണി തന്നെ. ഫെലിക്സ് അച്ഛൻ നാളെ വരുമായിരിക്കും. ആൾ കൂടി വരും. മറ്റന്നാ വരുമോ? അതിന്റെ പിറ്റേ ദിവസം വരുമോ? ഇച്ചിരി കാശ് ഉണ്ടാക്കാൻ എന്താ ഒരു വഴി? ഒരു എളുപ്പ വഴിയുണ്ട്. മുകളിലോട്ട് നോക്കി മുദ്രാവാക്യം വിളിച്ചാൽ മതി. കൊഴിഞ്ഞ് ജീവിക്കാൻ കാശ് വേണ്ടേ? അതിനുള്ള വഴി കാണണം. മേടയിലെ മട്ടുപ്പാവിൽ 4 നേരം വൃത്തിയായിട്ട് വയറ് നിറച്ച് വല്ലതും കഴിച്ചുകൊണ്ട് കിടന്നിരുന്ന കൊച്ച എല്ലാം വലിച്ചെറിഞ്ഞിട്ട് തന്റെ കൂടെ ഇറങ്ങി പോകുന്നത്. അന്നമ്മ സഖാവിന്റെ ഭാര്യ ഇപ്പതേ ഒരു മോനും കൂടായി. അവന് നല്ല ആഹാരം കൊടുത്ത് വളർത്തണ്ടേ? അവനെ പഠിപ്പിക്കണ്ടേ? നിങ്ങൾക്ക് താമസിക്കേണ്ട ഒരു വീട് വേണ്ടേ? ഉണ്ണി തന്നെ ഇതെല്ലാം കൂടെ ഒന്നിച്ച് പറഞ്ഞ് താൻ എന്നെ പേടിപ്പിക്കാതെ. പേടിക്കണം. ഇനിയും മുന്നോട്ട് ആലോചിക്കുമ്പോൾ തനിക്ക് പേടി വരും. 24 മണിക്കൂറും പാർട്ടി എന്ന് പറഞ്ഞിറങ്ങാൻ ശരിയാകത്തില്ല. എന്തുകൊണ്ടാണോ തനി പറയുന്നത്? പാർട്ടിയുടെ സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പറാണ് ഞാൻ. അതറിയാം. സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പർ സ്റ്റേറ്റ് കാറിൽ വന്നിറങ്ങി പെറ്റി കിടക്കുന്ന പെണ്ണും പിള്ളയ്ക്കും കൊച്ചിനും മരുന്ന് മേടിക്കാൻ കാശില്ലാതെ സ്റ്റേറ്റ് മുഴുവൻ നടന്ന് തെണ്ടേണ്ടി വന്നില്ലേ? പെണ്ണും പിള്ളയും കുഞ്ഞിനെ നോക്കാതെയുള്ള തന്റെ ഈ ഇംഗിലാവിനോട് എനിക്ക് യോജിക്കാൻ പറ്റത്തില്ല. നമുക്ക് പഴയ കൊച്ചു പ്രസ് തുടങ്ങിയാലോ?